ഹായ് ഹലോ, ദേവൂസ് തെച്ചൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് കുക്കിംഗ് വീഡിയോ ആയിട്ട് തന്നെയാണ്. നമുക്കൊരു കടച്ചക്ക കിട്ടിയിട്ടുണ്ട്. അത് തേങ്ങ വറുത്തരച്ച് എങ്ങനെയാണ് വെക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. പുതിയ കൂട്ടുകാർ ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോസ് എല്ലാം ഇഷ്ടമായി നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ കടച്ചക്ക കനം കുറച്ച് ഇങ്ങനെ ചെറുതായിട്ട് നീളത്തിലൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് വേവിച്ചെടുക്കാം. അതിനായിട്ട് ഒരു മൺചട്ടിയിലാക്കി അടുപ്പത്ത് വെക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു സവാള കനം കുറഞ്ഞരിഞ്ഞതും 2 പച്ചമുളകും ആവശ്യത്തിന് ഉപ്പും വെള്ളവും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തുകൊണ്ട് വരാം. ഇതവിടെ ഇരുന്ന് തിളച്ച് വറ്റുമ്പോഴത്തേക്കും നമുക്ക് അരപ്പ് തയ്യാറാക്കാനുള്ള തേങ്ങയൊക്കെ ഒന്ന് വറുത്തെടുക്കാം. അരപ്പ് തയ്യാറാക്കാനായിട്ട് അരമുറി തേങ്ങ, 4-5 അല്ലി വെളുത്തുള്ളി, 1/2 ടീസ്പൂൺ കുരുമുളക്, 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം എല്ലാം കൂടി ഒന്ന് എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് നന്നായിട്ട് എണ്ണയിൽ വറുത്തെടുത്തുകൊണ്ട് വരാം. തേങ്ങ എല്ലാം നല്ലപോലെ മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലയും 1 നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. തേങ്ങ എല്ലാം നല്ലതുപോലെ മൂത്ത് അതിൻ്റെ നിറമെല്ലാം ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്ത് തണുത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. അപ്പോഴത്തേക്കും നമ്മുടെ കടച്ചക്കയെല്ലാം ഇവിടെ വെന്ത് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കാം. അപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കടുക് പൊട്ടിക്കാം. അതിനായിട്ട് ചെറിയ ഉള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും എല്ലാം ഒന്ന് എണ്ണയിൽ വഴറ്റിയെടുത്തിട്ടുണ്ട്. അത് ഇതിൻ്റെ മേലേക്ക് ഒഴിച്ചു കൊടുക്കാം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ബായ്.